ആലപ്പുഴ ചാരമൂട്ടിൽ കുടുംബം സഞ്ചരിച്ച കാറിന് നേരെ ആക്രമണം നടത്തിയെന്ന പരാതിയിൽ 7 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസ്. പ്രകടനം കടന്നു പോകുന്ന വഴിയിൽ കാർ നിർത്തിയതിനാണ് ആക്രമണമുണ്ടായത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, KC വേണുഗോപാലൻ അഭിവാദ്യമർപ്പിച്ചു പോകുന്ന പ്രവർത്തകർ അവരാണോ ആക്രമിച്ചത്? അനുജ, തീർച്ചയായും KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, പെൻഷൻകാരെ സംബന്ധിച്ചുള്ളതായിരുന്നു. ആ പ്രസ്താവനയിൽ KC വേണുഗോപാലിനെതിരെ വലിയ പ്രതിഷേധം ഒരു ഭാഗത്ത് ശക്തമാകുമ്പോൾ KC വേണുഗോപാലിനെ അനുകൂലിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രകടനമാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഉണ്ടായത്. ആ പ്രകടനം കടന്നു പോകുന്നതിന് മുൻപായി ഈ കുടുംബം പത്തനാപുരത്ത് നിന്ന് വാഹനത്തിൽ കാറിൽ വരികയാണ്. ദമ്പതികളാണ് സഞ്ചരിച്ചിരുന്നത്. ഈ പ്രകടനം കടന്നു പോകുന്ന വഴിയിൽ ഒന്ന് ഒതുക്കിയിട്ടു. അവിടെ വാഹനം നിന്നുപോയി. അതിനെ തുടർന്നാണ് ഈ വാഹനം എടുത്തു മാറ്റാൻ പറഞ്ഞ ഒരു കൂട്ടം വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഈ പ്രകടനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയും ഇവരെ അസഭ്യം വിളിക്കുകയും ഒക്കെ ചെയ്തത്. പിന്നീട് കയ്യിൽ കരുതിയിരുന്ന എന്തോ ഒരു വസ്തു ഉപയോഗിച്ച് ഈ കാറിൻ്റെ മുൻവശത്തെ ചില്ല് പൂർണ്ണമായും അടിച്ച് തകർക്കുകയും അതിൻ്റെ പെട്രോൾ ടാങ്ക് ആ ഭാഗം കുത്തിപ്പൊളിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ 2 പേർ ആണ് ഈ സംഭവങ്ങൾ നടത്തിയത്. ഷിഹാസ്, ഇക്ബാൽ, ഈ 2 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒപ്പം കണ്ടാൽ അറിയാവുന്ന 5 പേരും ഈ വിഷയത്തിൽ പ്രതികളാണ്. അവർ ഈ ദമ്പതികളെ കേട്ടാൽ അറയ്ക്കും വിധം അസഭ്യം പറഞ്ഞു എന്നുള്ളതാണ് FIR-ൽ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ 50-ലധികം പേർ വരുന്ന ആളുകളാണ് ഈ പ്രകടനവുമായി തെരുവിലേക്ക് ഇറങ്ങിയത്. ആ പ്രകടനത്തിനും അനുമതിയില്ല എന്നുള്ളതാണ് പോലീസിന്റെ FIR-ൽ പറയുന്നത്. എന്തായാലും KC വേണുഗോപാലിന് അഭിവാദ്യമർപ്പിച്ച് നടത്തിയ ഒരു പ്രകടനം, ആ പ്രകടനത്തിൽ ദുരിതമനുഭവിക്കേണ്ടി വന്നത് പത്തനാപുരത്ത് നിന്ന് ദൂരയാത്രയ്ക്ക് ഇറങ്ങിയ ദമ്പതികളടങ്ങുന്ന കുടുംബമാണ്. അവർ ഇന്നലെ രാത്രി തന്നെ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇതിലും ഈ 5 പേരും ഈ കേസിൽ പ്രതികളായുള്ള പ്രധാനപ്പെട്ട 2 പേരടക്കം 5 പേരും 7 പേരും ഇപ്പോൾ ഒളിവിലാണ്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിലും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ചാരമൂട്ടിലാണ് കുടുംബം സഞ്ചരിച്ച കാറിന് നേരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായത്. ആ കാറിന്റെ ചില്ലൊക്കെ തകർന്നത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. 7 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ഇവർ നിലവിൽ ഒളിവിലാണ്. ഇവർക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നു.